നമുക്ക് റോഡിന് വീതിയില്ലാത്തത് മൂലം ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന മറ്റൊരിടം കൂടി പരിചയപ്പെടാം. തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് വെമ്പായം വട്ടപ്പാറ റോഡിലാണ് ഈ അവസ്ഥയുള്ളത്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും അധികം അപകടത്തിൽപ്പെടുന്നത്. അതിവേഗത്തിൽ കുതിച്ചു പായുന്ന ഈ വാഹനങ്ങൾ മൂലം സാധാരണക്കാർക്കൊന്ന് റോഡ് മുറിച്ചു കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അവിടെയുള്ളത്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ചധികം മാറിയിട്ടുള്ള വട്ടപ്പാറ വെമ്പായം റോഡിലാണ്. വലിയ വളവുകളാണ്, റോഡിന് വീതി കുറവാണ്. പക്ഷേ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമെന്ന ബ്ലാക്ക് സ്പോട്ടായി റോഡ് സേഫ്റ്റി വിഭാഗം തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇത്. ഇവിടെ ഏതാണ്ട് 2021 ശേഷം 18 പേരാണ് റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ടിരിക്കുന്നത്. 132 പേർക്ക് വിവിധ അപകടങ്ങളിലായി ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 150-ലേറെ പേർ ഇവിടെ കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ മാത്രം അപകടങ്ങളിൽ അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഇരകളായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരുമ്പോഴും ഈ വാഹനങ്ങളുടെ പെരുപ്പം, അത് ഈ ചെറിയ റോഡിൽ കൂടുതൽ വാഹനങ്ങൾ ഒരേ സമയം 2 ദിശകളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് വലിയ കൊടും വളവുകൾക്ക് നടുവിലൂടെ ഈ വാഹനങ്ങൾ പോകുന്നത്, അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അതുതന്നെയാണ് നാട്ടുകാർക്കടക്കം നമ്മളോട് പങ്കുവെക്കാൻ ഉള്ളതും. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിലുള്ള അപകട സംഭവങ്ങൾ തുടർച്ചയായി ഇവിടെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്നാണ് പ്രദേശവാസികളായ വ്യാപാരികൾ, നാട്ടുകാരൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത്. അപകടം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്നുവെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ബുദ്ധിമുട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. ഈ വളവ് എങ്ങനെയാണ് ഈ അപകടത്തിൽ? ഈ വലിയ വളവ് ഒരു പ്രശ്നമാണ്. പക്ഷെ ഇനിയിപ്പം 16 മീറ്ററിന്റെ ഒരു സംവിധാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളവ്, അവിടുത്തെ വളവും ഈ വളവും കൂടെ വരുമ്പോഴത്തേക്ക് 3 വരുന്ന ഇതല്ലേ, അപ്പൊ വണ്ടി വരുന്നത് കാണുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ആ ആശങ്കയാണ് ആ നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നത്. എന്തായാലും ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് ഉണ്ടാകുക എന്നതാണ് നമുക്കിനി അറിയാനുള്ളത്. എന്തായാലും ഈ റോഡിൽ ഈ കാഴ്ചകൾ വളരെ വ്യക്തമാണ്. വാഹനങ്ങൾ ഇങ്ങനെ ഇതുവഴി ചീറിപ്പാഞ്ഞ് വരുന്നത് എപ്പോഴും ഇവിടെ സദാസമയം രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ എന്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല, റോഡ് വീതി കൂട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഈ ജംഗ്ഷനാണെന്ന് പോലും ഒന്ന് കാലുപോലും വെച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഒരു സ്കൂട്ടർ കയറാൻ പയ്യെ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് ചിലക്കാൻ പറയാം, ഇവിടെ വന്നിട്ട് തിരിഞ്ഞ് ഹെൽമെറ്റ് ഊരിക്കൊണ്ടിരിക്കണം അടിക്കാനായിട്ട്. ഈ വളവിലൊന്ന് പയ്യ വാടയെന്ന് പറഞ്ഞതിന് അത്ര ഇതാണ്. നമുക്ക് ആ മെല്ലിൽ പോയതാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ വളവിൽ നമുക്ക് അപ്പുറം ഇപ്പുറം 10 മിനിറ്റ് കഴിഞ്ഞാലും എന്നാൽ നമുക്ക് ശ്വാസം മുട്ടലും കാര്യമൊക്കെ ഉള്ളതാണ്. അപ്പുറത്ത് കിടക്കാൻ പാങ്ങില്ല. അങ്ങനെ ഈ കുടുംബളവിലൊന്നും ഒരു ഇതുമില്ലാണ്, നിയന്ത്രണമില്ലാണ്, വീതിയില്ല. നമുക്ക് അപ്പുറം മാറാനും പാങ്ങില്ല. രാവിലെ മെഡിക്കൽ കളയിലെ സുഖമില്ലാത്തവരാണ്. പോകാനായിട്ട് വന്നാൽ കൂടെ 15-20 മിനിറ്റ് ഇരുന്നാലേ അപ്പുറത്ത് കിടക്കാനൊക്കെ ഉള്ളൂ. അത്ര തിരക്കാണ്. പ്രശ്നം, വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശകലം തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളെ ജീവൻ കൂടെ പോകും. അവര് വണ്ടി ഒഴിയേ ഒന്നും അപ്പുറം 2 വരണം. അതിന്റെ ഇടയ്ക്ക് ഒരു ബൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇടിച്ചെടുത്ത് തോട്ടിയിടും. അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. ജംഗ്ഷനാണ്. ഒന്നും അവർ കാല് വെച്ചത് ഒന്നും വരെയൊന്നുമില്ല. അത്രയും, അതും കൂടുതലും ബൈക്കുകാരന്മാരാണ് വന്ന് കയറണത്. പയ്യന്മാര് ഭയങ്കരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അതായത് ഇവിടെ ഈ കൊടും വളവുകളുണ്ട്. ആ വളവുകളിൽ ഇതൊരു നാൽക്കവല, ഇതൊരു ഇടവഴിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു നാൽക്കവല പോലെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ കൃത്യമായി ബൈക്കുകളാണ് കൂടുതലായും അപകടങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിൽ അമിത വേഗതയിൽ ഓടിച്ചു പോകുന്നത് എന്നൊരു ആശങ്കയാണ്, പരാതിയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. അവിടെ ഏത് തരത്തിലുള്ള പരിശോധനകളായിരിക്കും അല്ലെങ്കിൽ തുടർ നടപടികളായിരിക്കും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിന് പരിഹാരം കാണാനായി ഉണ്ടാകുന്നത് എന്നതാണ് ഇനി കാണാനുള്ളത്. നമുക്കറിയാം, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 150-ലേറെ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്ന 18 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുകളിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.